ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. കുക്കറിലേക്ക് നമ്മൾ വൃത്തിയാക്കിയ ബീഫ്, ഒരു സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. മൺചട്ടിയിലാണ് ഞാനിന്ന് ബീഫ് റോസ്റ്റ് റെഡിയാക്കുന്നത്. ചട്ടി നല്ലോണം ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഇന്ന് സവാള ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. സവാള നല്ലോണം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എരിഞ്ഞ് വെച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൽ പിന്നീട് തക്കാളി ചേർത്ത് നന്നായി തക്കാളി അരിഞ്ഞ് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നീട് അത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കാം. കൂടെ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പിൻ്റെ ലേശം കുറവ് വന്നതിനെ കൊണ്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം വഴറ്റി അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ സവാളയും ബീഫും എല്ലാം നല്ലോണം യോജിച്ച് വെന്ത് വന്നിട്ടുണ്ട്. പൊടികളെല്ലാം ബീഫിൽ നല്ലവണ്ണം ചേർന്ന് പിടിച്ചിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് അടിപൊളി ബീഫ് റോസ്റ്റ് റെഡിയായി. താങ്ക് യു.